സിനിമ എന്ന് പറഞ്ഞാൽ എൻ എഫ് ഫർഗൂസൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. ഇപ്പം ജെയിംസിൻ്റെ മാര തന്നെ. അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കമ്പനി പോകണം, ജോലിക്ക് പോയിരുന്ന രക്ഷയില്ല. അവിടെ സിനിമ എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേഷങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ക്രൗഡിൻ്റെ അടുത്ത് നിൽക്കണമായിരിക്കും, അല്ലെങ്കിൽ രണ്ടാളുടെ കൂടെ പോകുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തൊന്നും പേയ്മെൻ്റ് ഇല്ല പോലും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ദിവസങ്ങളും നടക്കണം. പിന്നെ പ്രധാന നടൻ്റെ സൗകര്യം അനുസരിച്ച് അതിനോട് ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കേ വേണ്ടൂ. പിന്നെ നമ്മൾ കലാരംഗത്തേക്ക് വന്നതെന്ന് വെച്ചാൽ 1967 മുതൽ കലാരംഗത്തുണ്ട്. ഞാൻ സ്കൂൾ ഫൈനൽ കഴിഞ്ഞ് 65-ലാണ്. സ്കൂളിലൊന്നും ഇതുപോലെ ഇന്നത്തെ മാതിരി ഒരു ആനിവേഴ്സറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് അന്നത്തെ മാഷന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രബുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട കുട്ടികളെ മാത്രമേ അവർ പ്രോംപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്തവരെയൊക്കെ അവർ ശ്രദ്ധിക്കുക പോലുമില്ല. ഡാൻസിലായാലും സ്പോർട്സിലായാലും അങ്ങനെയുണ്ട്. വലിയ തറവാടിയുള്ള ആളുകളെ മാത്രമേ അന്ന് എന്തെങ്കിലും കായിക രംഗത്തേക്ക് അവർ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ തറവാട് എന്ന് പറയുന്ന പാറക്കാട് അങ്ങനെയൊക്കെയുള്ള രംഗത്തുള്ള ആളല്ലല്ലോ. ഞങ്ങളുടെ സാധാരണ കുടുംബമാണ്. അപ്പം അധ്യാപകരും ആ കാര്യത്തിൽ നമ്മളെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. പിന്നെ എൻ്റെ ഒരു അച്ഛൻ, അമ്മായിയുടെ ഭർത്താവ് ബെഞ്ചമിൻ മാസ്റ്റർ, അദ്ദേഹം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിപ്പിച്ചു. അദ്ദേഹമാണ് എന്നെ നാടക രംഗത്തേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഈ നാടകമായിട്ട് ബന്ധപ്പെടാൻ കാരണം അതിനകത്തും ഒരു കഥ എന്ന് പറയാൻ രസമുണ്ട്. ഞാനീ അവിടുത്തെ ഒരു സീനിയർ സൊഡാലിസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അന്നേരം ഒരു നാടകം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പനി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയൊക്കെ എപ്പോഴിടയ്ക്ക് റിഹേഴ്സലിന് പോയിരിക്കും. നാടകം താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അഭിനയിക്കാൻ അവിടെയും ഈ വലിയ വലിയ കുടുംബങ്ങളിലെ ആളെയാണ് അവിടെയും സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കൊന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിക്കാനിരിക്കാൻ. പിന്നെ ഞാൻ ഈ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഇതുണ്ടല്ലോ, അതനുസരിച്ച് ഞാൻ അവിടെ പോയിരിക്കും. ഈ ആൾ സുഖമില്ലാതെ ഇങ്ങനെ ദിവസങ്ങളും വരാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ ഈ വർഗീസ് കോയിക്കര എന്ന് പറയുന്ന ഒരു ഫെഡറൽ ബാങ്കിലെ ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പം എൻ്റെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആൾ. പുള്ളി പറഞ്ഞു എന്നാൽ മത്തായി ഒരു കൈ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കയറി നിന്നപ്പോഴേക്കും നമ്മുടെ ഈ മുട്ടൊക്കെ പറിച്ചിട്ടേ നമ്മൾ വെറുതെ ഈ സ്റ്റേജിൽ കയറുമ്പോഴുള്ള ഒരു സ്റ്റേജ് ഫ്രാക്ചർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഒരു സഭാകമ്പം. എന്തോ മുട്ട് പറിച്ച് മുട്ട് മുട്ടിയടിച്ചിട്ട് പോകണല്ലോ. എനിക്ക് യാതൊരു രക്ഷയില്ല നിൽക്കാൻ വേണ്ടി. പിന്നെ അവസാനം എന്നോട് പറഞ്ഞു ഇതേ മറ്റുള്ളവരൊക്കെ അഭിനയികളിൽ നിൽക്കുന്നോട് നീ ഒന്ന് ട്രൈ ചെയ്യേ. അങ്ങനെ പറഞ്ഞവർ കയറി ഏകദേശം ഒരു 10-20 നാടകങ്ങൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വാർഷികത്തിനും ഒക്കെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് അന്ന്. അവിടെ അത് സ്റ്റേജൊന്നുമില്ല, മുകളിൽ ഈ ഒരു പലകയടിച്ചിട്ട് ഒരു ചെറിയ സ്റ്റേജാണ് എന്നുള്ളത്. അവിടെ വെച്ചായിരുന്നു മിക്കവാറും കളഞ്ഞു. പിന്നെ ഒരു 80-ന് ശേഷമാണ് അവിടെ സ്കൂളിൻ്റെ ഇന്നർ പോർഷനിൽ ഒരു സ്റ്റേജ് ഉണ്ടാകുകയും അവിടെ നാടകങ്ങളൊക്കെ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങൾ 5-6-7 നാടകം അവിടെ കളിച്ചിട്ടുണ്ട്. അഷ്ടബന്ധം, അഭിഷേകം, അഴിമുഖം, അങ്ങനെ തുടങ്ങിയ ശ്രീകുമാര മോഹൻ്റെയാണ് മിക്കവാറും ആ നാടകങ്ങളൊക്കെ അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും എനിക്ക് സാധിച്ചു. അപ്പോൾ പിന്നെ 67 മുതൽ പിന്നെ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് പുറത്ത് ഇന്നത്തെ കാലത്തെ മാറിയല്ല. അന്ന് ഈ വായനശാലകൾ, ക്ലബ്ബുകൾ ഓരോ പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഇങ്ങനെ ഇഷ്ടംമാരെ ക്ലബ്ബുകളുണ്ട് ഓരോരെ. അപ്പോൾ തെക്കുംഭാഗത്തുണ്ട്, ശ്രീമൂലാരത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ തെക്കെങ്ങാടി കേന്ദ്രമായിട്ട് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ കേരള ആർട്സ് എന്ന് പറഞ്ഞിട്ട് ശ്രീമൂലാരും വിജയൻ ചേട്ടൻ അവിടെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ ബെഞ്ചിൻ സാറും വിജയൻ ചേട്ടനും വലിയ ക്ലോസാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ സാറെന്ന് പറഞ്ഞാൽ ഈ ഷേക്സ്പിയർ നാടകങ്ങളുടെ ഒരു എന്താ പറയുക നിഘണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഈ അസുഖം വന്നിട്ട് TB-യുടെ ഒരു അസുഖം വന്നിട്ട് അങ്ങനെ മുളങ്കുന്നത്തൊക്കെ കിടന്നപ്പോൾ അന്നത്തെ ഡോക്ടർമാരൊക്കെ അത് ബ്രിട്ടീഷുകാരുടെ കാലമാണല്ലോ. ആ ബ്രിട്ടീഷുകാരായുള്ള സഹവാസത്തിൽ അദ്ദേഹം TTC-കാരനാണ്, പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എത്രയോ ഒരു PhD എടുത്ത ആളുടെ അറിവ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ഷേക്സ്പിയറിയൻ നാടകങ്ങളെക്കുറിച്ച് ഓഥല്ലോ മുതലായ കിങ് ലിയർ തുടങ്ങിയ നാടകങ്ങളിലൊക്കെ അങ്ങനെ പഠിക്കുകയും
അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ വിജയൻ ചേട്ടൻ പ്രധാനമായിട്ടും വരുന്നത് ഇദ്ദേഹമായിട്ടുള്ള ഈ അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. വിജയൻ ചേട്ടൻ നാടകം എന്ന് പറയാറില്ല, പക്ഷേ ലാംഗ്വേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മറ്റ് ട്രാൻസ്ലേഷൻസ് അങ്ങനെ അത്രയും ഇതില്ലല്ലോ, വൈഫും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹമായിട്ട് വന്ന് അങ്ങനെയാണ് കേരള ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഭവം കാഞ്ഞൂർ തെക്കേങ്ങാടിയിലുണ്ടായിരുന്നു. അതൊരു മാധവൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ഇ.ഡി. മാണി തുടങ്ങി കുറച്ച് ആൾക്കാർ, ഒരു അപ്പച്ചൻ, അങ്ങനെ കുറച്ച് അന്ന് ആണുവൻ വേഷം കളിക്കുന്നതാണ്. മാധവൻ സ്ഥിരം പെണ്ണായിരുന്നു. ഇവർക്ക് ഈ കേരള ആർട്സ് ക്ലബിന് അന്ന് അഖില കേരള നാടക മത്സരം ഉണ്ടായിരുന്നു. നമ്മുടെ ആലുവയിൽ വെച്ചായിരുന്നു അത് നടത്തിയത്, അമേച്ചർ നാടകം. അന്ന് ഞാൻ സ്ത്രീ വേഷം കിട്ടിയാണ് മിക്ക ഓർമ്മകൾ. ഞങ്ങളുടെയൊക്കെ സമയത്ത് സ്ത്രീകൾ നാടകത്തിലില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരികളായിട്ടുള്ള ആണുങ്ങളെ പിടിച്ചിട്ട്, മീശമുളയ്ക്കാത്ത ആളുകളെ പിടിച്ചിട്ട് നല്ല വേഷം കിട്ടിച്ചു. അങ്ങനെയാണ് ഈ നാടകങ്ങൾ അന്ന് നടത്തിയിരുന്നത്. പിന്നെ അതിന് വിവാദമായിട്ട് 1970-കളിൽ കാഞ്ഞൂർ പള്ളിയിൽ വിവാഹ സഹായ നിധിക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം നടത്തി. അപ്പോൾ അന്ന് ഞങ്ങൾ കൂടി പറഞ്ഞ് ആണ് പെണ്ണ് കൂടി കളി കഴിഞ്ഞത് ആര് കാണാനാണ്, ഇത് ഈ കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഈ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ പെണ്ണ് തന്നെയാണെന്ന് പറയുള്ളൂ. അപ്പോൾ അന്ന് പിന്നീട് സ്ത്രീകളെ കൊണ്ടുവന്ന് നാടകം കളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ വിവാഹ നിധിയുടെ തലശ്ശേരത്തും ഒരു പ്രോഗ്രാം, സേവർ ഉൾപ്പാടിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞ നാടകം. പിന്നെ ഈ തൃശ്ശൂർ മറ്റേ കലാസദൻ എന്ന് പറയുന്നത് CL ജോസിൻ്റെ നാടകം, ശാപരശ്മി എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. ഈ ശാപരശ്മി അവർ ട്രൂപ്പായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു വർഗീസ് കോയിക്കര അതിനകത്തുണ്ട്. അപ്പോൾ കോയിക്കര പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങളെയൊക്കെ അതിന് കൊണ്ടുവരാം, നിങ്ങൾ 2-3 പേരും കൂടെ റെഡി ആയിട്ട് നിന്നു. അപ്പോൾ ഞാനും ഒരു പീറ്റർ കല്ലർ, അവർ ഞങ്ങളുടെ എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഗുരുചേട്ടൻ, RMC റിട്ടയർ ചെയ്ത് ഇപ്പോൾ വിശ്രമിച്ച് നയിക്കുന്നു, അദ്ദേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേര് ഞങ്ങൾ വിടുന്നു, മറ്റേ 6 പേര് അവരുടെ ട്രൂപ്പിൽ നിന്നു. അങ്ങനെ ഒരു നാടകം നടത്തിയതിൽ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ അന്ന് ഈ ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ വേഷമായിരുന്നു. പ്രശസ്തമായ കലാലയൻ്റെ ആശയായിരുന്നു എൻ്റെ കാമുകിന്നല്ല, ഒരു ഭാര്യയായിട്ട് കളിച്ചിരുന്നു. അപ്പം ഒരു പറയാൻ ഓർക്കാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു അന്ന് മോതിരം ഇമിറ്റേഷൻ പരിപാടികൾ അന്ന് കുറവാണ്, ഇമിറ്റേഷൻ ഗോൾഡ് ഇന്നത്തെ മാതിരി കിട്ടൂല. അപ്പോൾ ഒരു അവൻ്റെ മേടിച്ചിട്ട് ഞാൻ ഈ മോതിരം കൈമാറുന്നൊരു സംഭവമുണ്ട്. ഈ മോതിരം കൈമാറി കഴിഞ്ഞ് നാടകം കഴിഞ്ഞപ്പോൾ മോതിരം കാണാനില്ല. അവർ ഡാൻസൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത് ഇതായിട്ട് പോയതാ എന്തോ. എന്നിട്ട് ഞാനിങ്ങനെ പരിഭ്രമിച്ചു. ഒരു പവനൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒരു ഗ്രാം മേടിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ട് അതൊക്കെ. പക്ഷേ എനിക്ക് കൊണ്ടുവന്നു തന്നു. എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ നേരമായിട്ട് ചിരിച്ചു. ഞാൻ എൻ്റെ ഈ പരിഭ്രമം കാണാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് എനിക്ക് മനസ്സിലായി ആരുടെ കയ്യിലുണ്ട് സംഭവം. അവരെ ഏൽപ്പിച്ചു. അപ്പോൾ അവരത്ര സത്യസന്ധത ആയിട്ടുള്ള ഒരു നടിയായിരുന്നു. അവരെ കൂടെ ഞാൻ റേഡിയോ നാടകം കുറേ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ നിലയത്തിൽ. പിന്നീട് പിൽക്കാലത്ത് പിന്നെ ഒരു തൃശ്ശൂർ ശാന്ത എന്ന് പറയുന്ന നടിയായിരുന്നു ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. പിന്നെ പായമൽ ജോസ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു ഈ കഴിഞ്ഞ. പ്രശസ്തനായ ഒരു നാടകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ 60-70 അങ്ങനെ കുറേ നാടകങ്ങൾ ലോക്കൽ ക്ലബ്ബുകളിലൊക്കെ പോയി നാടകം കളിക്കാൻ പോകും. പിന്നെ അതിൻ്റെ കൂടെ ഈ നാടകം കളിക്കാവുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് എനിക്ക് പിന്നെ ഞാൻ വയലിൻ വായിക്കുമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളൊക്കെ. അമേച്ചർ നാടകങ്ങളിൽ പോകും. ഇന്നത്തെ പ്രശസ്തനായ സേവർ നായത്തോടൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ഈ മുടിക്കല്ല്, അതുപോലെ തന്നെ ചെമ്പറക്കി മുതലായ സ്ഥലങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പോൾ പെട്ടി നമുക്കെല്ലാം എൻ്റെ ഡ്യൂട്ടി, പുള്ളി അത് പിടിച്ചുവിടും. അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് തോന്നി ഈ പശ്ചാത്തല സംഗീതത്തിന് പോയി കഴിഞ്ഞാൽ ആളെ കാണൂലല്ലോ. അപ്പം എനിക്ക് തോന്നിയിരുന്ന ഒരു പ്രൊഫഷണലിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന് പ്രൊഫഷണൽ ട്രൂപ്പുകൾ വളരെ വിരളമായിട്ട് അങ്കമാലിയിലും മാനിഷാദിയും തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഒരു 79-78 കാലഘട്ടത്തിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്.